ഹായ് ഗായ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് കൂർഗിൽ ചോക്ക് സിറ്റി എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ചോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എന്താ ഇത് ഇങ്ങനെയെന്ന്. ശരിക്കും പേര് ചോക്കൻഡള്ളി എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ കൂടി അതിനെ ചോക്ക് സിറ്റി എന്നാക്കി. ഇതിൽ അതിമനോഹരമായ സ്ഥലമാണ്. നല്ലൊരു തണുപ്പും നല്ലൊരു ഫീലിങ്സുള്ള സ്ഥലം തന്നെയാണ്. കാപ്പിത്തോട്ടവും ഒക്കെയുള്ള എന്താ പറയുക, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ചോക്ക് സിറ്റി എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, ക്ലൈമറ്റാണ് അടിപൊളി. പിന്നെ ശുദ്ധവായു ശുദ്ധമൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതിലൂടെ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഫീൽ നമുക്ക് ലഭിക്കും. അത്രയ്ക്കും മനോഹരമാണ്. ഇവിടെ നിന്ന് കുറച്ച് പോയാലാണ് കൊമ്മത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ആ കൊമ്മത്തോടിൻ്റെ രണ്ട് ഡിവൈഡ് ആവുന്നത്, ഒന്ന് സിദ്ധാപുരവും വിരാജ്പേട്ടും. സിദ്ധാപുരം എന്ന് പറയുന്നത് കുശാൽ നഗറൊക്കെ കേൾക്കാറില്ലേ, കൂർഗിലെ കുശാൽ നഗർ ആ ഭാഗത്തേക്കാണ്. അങ്ങനെ കൊമ്മത്തോടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊമ്മത്തോട്. ഇനി നമുക്ക് വിരാജ്പേട്ടയിൽ നിന്ന് കാണാം. ഓക്കെ, വിരാജ്പേട്ട എത്തിയിട്ടുണ്ട്. വിരാജ്പേട്ട ശരിക്കും പറഞ്ഞാൽ മാസ്ക് ഒന്നും അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ഒന്നോ രണ്ടോ ആൾക്കാരിട്ടിട്ട് കാണാം. ബാക്കി ആരും മാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത്ര സ്ട്രിക്റ്റ് ഒന്നും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ ആരും അങ്ങനെ മാസ്ക് ഒന്നും യൂസ് ചെയ്തിട്ട് കാണുന്നില്ല. എന്താ പറയുക, സാധാ എങ്ങനെയായിരുന്നു ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കണ്ണൂരൊക്കെ എല്ലാവരും മാസ്ക് ധരിച്ചിട്ടാണ്, ചെറിയ കുട്ടികൾ വരെ മാസ്ക് ധരിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കണ്ടില്ലേ, ആരും മാസ്ക് ഇട്ടിട്ടില്ല. അങ്ങനെ സത്യം തന്നെ അങ്ങനെ പറയാം. ആരും അതിനെ കെയർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മളൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇപ്പം മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ നമുക്കൊരു എന്തോ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മാസ്ക് ഇടാതെ നമ്മൾ പുറത്ത് പോവാറില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ വിരാജ്പേട്ടയിലെ ടൗണാണിത്. ഇതൊക്കെ കാറിൻ്റെ സ്റ്റാൻഡാണ്, കാർ സ്റ്റാൻഡ് വെക്കുന്ന ടാക്സി സ്റ്റാൻഡ്. ഇതാണ് ക്ലോക്ക് ടവർ. നമ്മുടെ വിരാജ്പേട്ടയിലെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ക്ലോക്ക് ടവർ. ഇതൊരു അമ്പലമാണ്, അവിടുത്തെ പ്രശസ്തമായ ഒരു അമ്പലമാണ്. പിന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വില കൂടിയ ഷോപ്പുകളുണ്ട്, ചെറിയ എന്താ പറയുക വില കുറഞ്ഞ ഷോപ്പുകൾ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചില ഷോപ്പുകളിലൊക്കെ ഭയങ്കര പൈസയാണ്. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ റേറ്റ് കുറവുമാണ്. അങ്ങനെയൊക്കെയുണ്ട് ഇവിടെ. നമ്മുടെ പുതിയ ബേക്കറികളും ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ബേക്കറികളും അങ്ങനെ ഒരുപാട് പുതുതായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി. ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ഉള്ള സ്ഥലമാണ്. കാരണം എന്താ പറയുക, ആ ഒരു ഇതിലുള്ള ഒരു ക്ലൈമറ്റിലുള്ളൊരു സ്ഥലം നമുക്ക് കാണാൻ അത്രയ്ക്കും ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ വിരാജ്പേട്ട് കഴിഞ്ഞു, ചുരം കയറി. നമ്മുടെ കൂർഗിലെ ചുരം എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ്. നമുക്ക് കുരങ്ങിനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്, അതായത് അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ റോഡിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഈ വണ്ടികളൊക്കെ ബ്ലോക്കോ അങ്ങനെയൊക്കെ ആകാറുണ്ട്. റോഡ് കുറച്ച് ബ്ലോക്കിലാണുള്ളത്. ലോറി നിർത്തിയിട്ട് അവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ മെല്ലെ അങ്ങനെ നമ്മൾ മെല്ലനെ യാത്ര തുടരുകയാണ്. നല്ല രസമുണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെയാണ്. നമ്മുടെ ഓരോ സ്ഥലം കഴിയുന്നതോറും, കൂർഗ് കഴിയുന്നതോടുകൂടി നമ്മുടെ ചൂട് കൂടി വരാൻ കഴിയും. നല്ല ക്ലൈമറ്റിൽ നിന്നാണ് വരുന്നത്. എന്താ പറയുക, തണുത്ത് വിറക്കുന്നത് തന്നെ പറയാം. ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് ചൂടിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന മാറ്റം അതൊന്നും പറയാതിരിക്കാൻ വയ്യ. അത്രക്കും ഇതാണ്. അവിടെ ഒരു ഫാനിൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാനും ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കൂർഗിൻ്റെ ഒരു അറ്റം കൂട്ടുപുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് വല്ലാണ്ട് കൂടും. അപ്പോൾ വല്ലാത്ത ഫീലിംഗ് തന്നെ ആയിരിക്കും ആ ഒരു ക്ലൈമറ്റ്. ഓക്കെ, നല്ലൊരു എന്താ പറയുക, കാട്ടിൽ നിന്നൊരു ആ ഒരു ഡ്രൈവ്, അതാണ് ഇവിടെ ഫീലിംഗ്. ബൈക്കിലൊക്കെ വരാനാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു ഇത്. കാരണം രണ്ടും ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനൊക്കെ. അതൊരു ഫീല് വേറെ തന്നെയാണ് ബൈക്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്നത്.
പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോയാൽ നമുക്ക് ക്വാറൻറ്റീൻ ഇല്ല. പക്ഷേ തിരിച്ച് റിട്ടേണിൽ വരുമ്പോൾ ക്വാറൻറ്റൈൻ ആണ്. പക്ഷേ ഒരു 7 ഡേയ്സിൻ്റെ ഒരിതുണ്ട്. അതുകൊണ്ട് ക്വാറൻറ്റൈൻ ആവശ്യമില്ല. പക്ഷെ നമ്മൾ 1 ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാറൻറ്റൈൻ ആവശ്യമായിട്ട് വന്നിട്ടില്ല. അവരോട് പറഞ്ഞാൽ മതി എപ്പോഴാണ് വന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ വണ്ടിൻ്റെ നമ്പറൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബ്ലോക്കാണ്. കാരണം റോഡിൻ്റെ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. കാരണം താഴെ വനമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിന് ഇടയ്ക്ക് തന്നെ ഒരുപാട് വണ്ടികളൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ കാണാറുണ്ട്, പൊട്ടിയ വണ്ടികളൊക്കെ. ഇതൊരു കാണാൻ വലിയ ഫീലാണ്. ഇത് കുരങ്ങന്മാരുള്ള ഒരു ഏരിയ. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഇതാ ഇവിടെ കാണുമ്പോൾ തന്നെ എന്താ പറയുക അങ്ങനെയാണ്. അവർ നമുക്ക് എന്താ പറയുക പഴങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ തോന്നും. ആ ഒരു ഫീലാണ്. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു, വീഡിയോ എടുത്തു, വന്നു. ഇത് കണ്ടോ, ഇതൊക്കെ തിരിക്കുമ്പോൾ ആ ഒരു ഫീൽ അതൊരു ഒന്നൊന്നര ഫീലാണ്. KSRTC ഒക്കെ ഓടുന്നുണ്ട്. സാധാ ബസ് ഇവിടെ പോകുന്നില്ല. കുറേ ബസ്സുകൾ ഇവിടെ ഇതായിട്ടില്ല. ഇപ്പോൾ ഓടുന്നത് KSRTC മാത്രമാണ്. അതാണ് KSRTC ബാംഗ്ലൂർ മൈസൂർ ബസ്സാണ്. ഇവിടെയൊക്കെ പഴയ രീതിയിൽ തന്നെ ആയി. ക്വാറൻറ്റൈനൊന്നുമില്ല, എല്ലാം നോർമലി ആകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് റിട്ടേണിൽ വരുമ്പോഴാണ് കുറേ 1 ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാറൻറ്റൈനൊക്കെ വരുന്നത്. എൻ്റെ ഫീലിങ്സ് ഒന്ന് വേറെ തന്നെയാണ് ഇത് കാണുമ്പോൾ. ഈ വീഡിയോ എടുക്കുന്നത് പോലെയല്ല, ഡയറക്റ്റ് കാണുമ്പോൾ ആ ഒരു ഫീലിങ്സും ആ ഒരു എന്താ പറയുക സ്വീറ്റ്നെസ്സൊക്കെ ഒന്നും പറയാതിരിക്കാൻ വയ്യ. അത്രക്കും അതിമനോഹരം തന്നെയാണ്.
നാട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ബായ്.